കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു ആരാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത്. പല നേതാക്കന്മാരുടെയും പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന കോർ കമ്മിറ്റിയിലാണ് നിലപാട് പ്രഖ്യാപനം. നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ രാജീവ് ചന്ദ്രശേഖർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാകും. കേരളത്തിലെ ബി.ജെ.പിയിൽ അടിമുടി മാറ്റമാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രിയെ പരീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ റദ്ദാക്കിയതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. നാടകീയതകളൊന്നുമില്ലാതെയാണ് പ്രഖ്യാപനം നടത്തിയത്. 2 മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാജീവ് മാത്രമേ പത്രിക നൽകൂ എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. RSSും രാജീവിനെ അംഗീകരിച്ചു. വലിയ മാറ്റം നേതൃത്വത്തിൽ കൊണ്ടുവരാൻ രാജീവിലൂടെ കഴിയുമെന്നാണ് RSSന്റെ പ്രതീക്ഷ. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രാജീവിനൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിക്കുന്ന മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. തോറ്റെങ്കിലും അതിനുശേഷം തിരുവനന്തപുരത്ത് വീണ്ടും സജീവമായി മാറി. സ്വന്തമായി വീടും വാങ്ങി. ഇതോടെ രാജീവ് തിരുവനന്തപുരത്ത് എത്തുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ശരിവയ്ക്കും വിധമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. കർണാടകത്തിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കർണാടകയിൽ ബി.ജെ.പിയുടെ മുഖമായി മാറിയ രാജീവിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ കളരി മാറ്റുകയായിരുന്നു. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി.ജെ.പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്ന പരിഗണന. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിരുന്നു.